പ്രത്യേക അന്വേഷണ സംഘത്തിനും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പുതിയ സർക്കാരിനും തിരിച്ചടിയായ ഒരു തീരുമാനമാണിത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചാണ് ആലപ്പുഴയിൽ വെച്ച് ഗൺമാന്മാരുടെ തലക്കടിച്ച് ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ KSU നേതാക്കളുടെ തലക്കടിച്ച സംഭവത്തിൽ പുനരന്വേഷണം നടത്തിയത്. പുനരന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുതുതായി കുറ്റങ്ങൾ ചുമത്തുകയും അത് കോടതിയിൽ കുറ്റപത്രമായി അറിയിക്കുകയും ചെയ്തത്. എന്നാൽ അങ്ങനെയുള്ള ചുമത്തപ്പെട്ട കുറ്റകൃത്യങ്ങൾ നിലനിൽക്കില്ല എന്നാണ് നിലനിൽക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആലപ്പുഴ സെഷൻസ് കോടതി ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അടക്കം 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഈ കേസുമായി നേരത്തെ അശ്വിൻ പാലാടി റിപ്പോർട്ട് ചെയ്തതുപോലെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചോ എന്ന ചോദ്യം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം പഴയ സർക്കാരിന്റെ പ്രോസിക്യൂട്ടറാണ് ഈ കാര്യങ്ങൾ ആദ്യം നിർവഹിച്ചിരുന്നത്. എന്നാൽ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയോഗിക്കാനോ മറ്റു നടപടികൾ നടത്താനോ ആദ്യഘട്ടത്തിൽ വീഴ്ച വന്നുവെന്ന ആക്ഷേപങ്ങളും വളരെ ശക്തമാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് വളരെ കാര്യമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. കാരണം വലിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിനെ കാര്യമായിട്ട് അതിന് തിരിച്ചടി ഏറ്റിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനി സർക്കാർ എന്ത് ചെയ്യുമെന്നുള്ള ഒരു പുതിയ പ്രശ്നമായി മാറുകയാണ്.